ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. അസ്ത്രയുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ സോഷ്യലിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ്. സോഷ്യൽ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്റർ, ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന പാഠമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്റർ 3ാമത്തെ പാഠമാണ് ലാസ്റ്റ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ 4th വരെയുള്ള ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓണപരീക്ഷ വരെയുള്ളതിൽ 3ാമത്തെ ചാപ്റ്റർ ഒഴിവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാനുണ്ട് അത്രേ. അപ്പം അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ നമ്മൾ നോട്ട്സ് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് 5ാമത്തെ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേര് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. അതായത് ജനസംഖ്യാ വർധനവിനെ കുറിച്ചും ആ ജനസംഖ്യാ വർധനവ് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ കാണുന്നത്. നമുക്ക് ആ ന്യൂസ് ഹെഡ്ലൈൻസ് എല്ലാം ഒന്ന് വായിച്ചിട്ട് പോകാം. ഓക്കെ, ഓവർ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, പോപ്പുലേഷൻ വേഴ്സസ് ഫുഡ് സെക്യൂരിറ്റി. എന്താ അങ്ങനെ പറഞ്ഞാലേ, ഇന്ത്യയിലെ അമിത ജനസംഖ്യ, ഓവർ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, പോപ്പുലേഷൻ വേഴ്സസ് ഫുഡ് സെക്യൂരിറ്റി, ജനസംഖ്യയും ഭക്ഷ്യോൽപാദന ശേഷിയും നേർക്കുനേർ. ഓക്കെ, ദെൻ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇൻ ഇന്ത്യ ഫേസസ് ഇൻക്രീസിങ് പോവേർട്ടി ആൻഡ് മാൽന്യൂട്രീഷൻ. ഇന്ത്യയിലെ ഈ കുതിച്ചു വരുന്ന ജനസംഖ്യ എന്താണ്, വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യവും അതുപോലെ പോഷകാഹാരക്കുറവും അഭിമുഖീകരിക്കുന്നു എന്ന് പറയാം. നെക്സ്റ്റ്, പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, മില്യൺസ് മൈഗ്രേറ്റ് ടു ബിഗ് സിറ്റീസ് ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അല്ലേ, പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് ഇന്ത്യയിലെ പോപ്പുലേഷനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യ, അതിൽ തൊഴിൽ പ്രതിസന്ധി, അതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾ വലിയ നഗരങ്ങളിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് അലാമിംഗ് ഇഷ്യൂ. ഇന്ത്യയിലെ ജനസംഖ്യ കുഴയ്ക്കുന്ന ഒരു പ്രശ്നം എന്നാണ് അതിൻ്റെ മലയാളം. നെക്സ്റ്റ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഹാസ് ക്രിയേറ്റഡ് ഫാർ റീച്ചിങ് ക്രൈസിസ് ഇൻ ദ ഹെൽത്ത് സെക്ടർ ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ജനസംഖ്യാ വർധനവ് ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ ജീവിത ഗുണ നിലവാരത്തിലും ദൂരവ്യാപകമായി പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് പറയാം. ദെൻ മോസ്റ്റ് പോപ്പുലസ് കൺട്രി, വിൽ ഇന്ത്യ ബി ഹാപ്പി ഓർ നെർവസ്? ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ, അല്ലേ? ഇന്ത്യ സന്തോഷിക്കുമോ പരിഭ്രമിക്കുമോ? ഇതാണ് ഈ ന്യൂസ് ഹെഡ്ലൈൻസ്. അപ്പോൾ എല്ലാവരും ആ ന്യൂസ് ഹെഡ്ലൈൻസ് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം. You have read the news headlines. They all indicate the population growth of India. What problems arise when the population increases? നമ്മൾ ഓൾറെഡി ന്യൂസ് ഹെഡ്ലൈൻസ് ഒക്കെ വായിച്ചു, വാർത്താ തലക്കെട്ടൊക്കെ വായിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ വളർച്ചയെക്കുറിച്ചാണ് ആ ഹെഡ്ലൈൻസ് ഒക്കെ പറയുന്നത്. അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിക്കുന്നത്. വാട്ട് പ്രോബ്ലംസ് അറൈസ് വെൻ ദ പോപ്പുലേഷൻ ഇൻക്രീസ്? എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒന്ന്, പോവേർട്ടി, ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, സ്റ്റാർവേഷൻ, പട്ടിണി. Okay, population is a total number of people residing in an area during a given period of time. ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുക, ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയാം. ഓക്കെ, എന്താണ്? പോപ്പുലേഷൻ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ആൻ ഏരിയ ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം. The news headlines indicate how the country's socio-economic progress is affected when the population increases. അതായത് ജനസംഖ്യ കൂടുമ്പോൾ, ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ ഈ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി ഇതെങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് പറയുന്നതാണ് ആ വാർത്താ തലക്കെട്ടുകൾ. ഓക്കെ, യെസ്, അതാണ് അവിടെ പറഞ്ഞത്. The news headlines indicate how the country's socio-economic progress is affected when the population increases. If this is the case, will our country be able to achieve sustainable development? അപ്പോൾ ഇത്തരത്തിലാണ് പ്രശ്നമെങ്കിൽ, ഇത്തരത്തിലാണ് ജനസംഖ്യാ വർധനവെങ്കിൽ നമ്മുടെ രാജ്യത്തിന് സുസ്ഥിര വികസനം നേടാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ദെൻ shouldn't the population be controlled in proportion to available resources on earth? അല്ലേ, നമുക്ക് ഭൂമിയിൽ ലഭ്യമായ വിഭവങ്ങൾ, ഈ വിഭവങ്ങൾക്ക് ആനുപാതികമായ ഒരു ജനസംഖ്യ നിയന്ത്രിക്കേണ്ടതല്ലേ എന്നാണ് അടുത്ത ചോദ്യമായിട്ട് അവിടെ നിന്ന് വരുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ളതിലേക്ക് പോവാണ്. നോക്കാം. According to the United Nations Population Fund report of 2023, the world population is 804.5 crore and India's population is 142.86 crore. അതായത് 2023 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ എത്രയാണ്? 804.5 കോടിയും അതുപോലെ ഇന്ത്യയിലെ ജനസംഖ്യ 142.86
8.6 കോടിയുമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഓഫ് എ കൺട്രി ഓർ റീജിയൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് പോപ്പുലേഷൻ ഡാറ്റ, ബർത്ത് റേറ്റ്, death rate and infant mortality rate and age structure, etc. Then for that we need to understand the different population trends and population structure. അതായത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഓഫ് എ കൺട്രി ഓർ എ റീജിയൻ ഇറ്റ് ഡിറ്റർമിൻ ബൈ ഇറ്റ്സ് പോപ്പുലേഷൻ ഡാറ്റ. അപ്പോൾ അത് അവരുടെ സാമൂഹിക വികസന സൂചിക നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അവിടുത്തെ ജനസംഖ്യാ വിവരങ്ങൾ, അതായത് പിന്നെ ജനനനിരക്ക്, മരണനിരക്ക്, ശിശു മരണനിരക്ക്, അതുപോലെ തന്നെ പ്രായഘടന മുതലായവയാണ്. നമ്മളിത് മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫോർ ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് പോപ്പുലേഷൻ ട്രെൻഡ്സ് ആൻഡ് പോപ്പുലേഷൻ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ജനസംഖ്യ വ്യത്യാസ പ്രവണതകളെക്കുറിച്ചും അതുപോലെ ജനസംഖ്യ ഘടനയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഡെമോഗ്രഫി അഥവാ ജനസംഖ്യാ ശാസ്ത്രം? നോക്കുക, ഡെമോഗ്രഫി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പോപ്പുലേഷൻ സ്ട്രക്ചർ സച്ച് ആസ് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ്, മൈഗ്രേഷൻ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അതായത് ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങിയ ജനസംഖ്യാഘടനയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ നമ്മളെന്ത് പറയും? ജനസംഖ്യാശാസ്ത്രം എന്ന് പറയും. ഓക്കെ, demography analyzes the diverse human resources of an area and its structural changes. Demography is detailed method of studying how these human resources can be utilized for the development of a society. അതായത് ഒരു പ്രദേശത്തെ അവിടുത്തെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെ മനസ്സിലാക്കി വിശകലനം ചെയ്തിട്ട് ഈ മാനുഷിക വിഭവങ്ങൾ സമൂഹത്തിൻ്റെ വികസനത്തിനായിട്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ള പഠന രീതി തന്നെയാണ് ഈ ഡെമോഗ്രഫി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ജനസംഖ്യാശാസ്ത്രം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡെമോഗ്രഫി ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. അതായത് ചിട്ടയായ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജനസംഖ്യാ പഠനമാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഈ വേർഡ് വന്നത്, ദ വേർഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ ഗ്രീക്ക് വേർഡ്സ്. ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഗ്രീക്ക് പദങ്ങളായ രണ്ട് വാക്കുകളുടെ കോമ്പിനേഷനാണ് ഇത്. ഡെമോസ് ജനങ്ങൾ അല്ലെങ്കിൽ പീപ്പിൾ എന്നറിയപ്പെടുന്നതും ആൻഡ് ഗ്രാഫെയിൻ മീൻസ് പിന്നെ ഡിഫൈൻ അഥവാ വിശദീകരിക്കുക എന്ന് പറയുന്ന ഈ പദങ്ങളിൽ നിന്നാണ് ഡെമോഗ്രഫി എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പീപ്പിൾ. ഇറ്റ് സ്റ്റഡീസ് ട്രെൻഡ്സ് ആൻഡ് പ്രോസസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ. അതായത് ജനങ്ങളെക്കുറിച്ചുള്ള വിവരണത്തെയാണ് ഇത് സൂചിപ്പിക്കുക. ആൻഡ് ഓൾസോ പിന്നെ ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ട്രെൻഡ്സും അതുപോലെ തന്നെ പ്രോസസ്സ് പറഞ്ഞാൽ പ്രക്രിയകളെയും പിന്നെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇത് ഡെമോഗ്രഫി. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പോപ്പുലേഷൻ സൈസ് ആർ ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ എക്സെട്ര. അതായത് പിന്നെ ജനനം, മരണം, അതുപോലെ കുടിയേറ്റം, ഇവയാണ് ജനസംഖ്യാ വലുപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, ദ സൈസ് ഓഫ് പോപ്പുലേഷൻ ഓഫ് എൻ ഏരിയ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ മെഷർ ഓഫ് ദ എബോ ആസ്പെക്ട്സ്. ഈ പറഞ്ഞ ജനനം, മരണം, കുടിയേറ്റം, അതായത് ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ, ഇവയുടെ പിന്നെ ഇവയിൽ മാറ്റമുണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവും? സൈസ് ഓഫ് പോപ്പുലേഷനിൽ എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു പ്രദേശത്തെ ജനസംഖ്യാ വലുപ്പത്തിന് മാറ്റമുണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ ബർത്തും ഡെത്ത്, മൈഗ്രേഷൻ ഇതിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്താണ്. ഓക്കെ, ഇവയുടെ അളവിനനുസരിച്ചാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ദെൻ the structure and composition of the population of an area is taken into consideration on account of age structure, male-female ratio, dependent ratio, etc. അതായത് സ്ത്രീ പുരുഷ അനുപാതം, അതുപോലെ തന്നെ ഏജ് സ്ട്രക്ചർ പ്രായഘടന, ദെൻ ഡിപ്പെൻഡൻറ്റ് റേഷ്യോ അതായത് ആശ്രിതാനുപാതം. ഓക്കെ, ഇവ ആണ് എന്ത്? അതായത് ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടനയെയും ക്രമീകരണത്തെയും മനസ്സിലാക്കുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്? ഈ പറഞ്ഞ ഏജ് സ്ട്രക്ചറും മെയിൽ ഫീമെയിൽ റേഷ്യോയും ഡിപ്പെൻഡൻറ്റ് റേഷ്യോയും കണക്കിലെടുത്തിട്ടാണ്. ഓക്കെ, all population studies are carried out on the basis of systematic data collection of people living in an area through survey, census, etc. അതായത് പിന്നെ എല്ലാ ജനസംഖ്യാ പഠനങ്ങളും നടത്തുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ, ഇതുപോലെ സർവേയും സെൻസസൊക്കെ ആയിട്ട് ഡാറ്റ കളക്ഷൻസ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, പിന്നെ ഇതിനടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാ ജനസംഖ്യാ പഠനങ്ങളും നടത്തുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ കൺസെപ്റ്റ്സ് of demography are expressed in terms of proportion and
റേറ്റ്സ്. അതായത് പിന്നെ ഈ ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഡെമോഗ്രഫിയുടെ എല്ലാ കൺസെപ്റ്റും ഏതുമായിട്ട് ബേസ് ചെയ്താണ്? മിക്കതും എങ്ങനെയായിരിക്കും? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, അതായത് നിരക്കുകൾ അനുപാതത്തിൻ്റെ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളായിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഫീമെയിൽ മെയിൽ റേഷ്യോ, ഡിപ്പെൻസി റേഷ്യോ ആൻഡ് സോ ഓൺ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ജനനനിരക്കും മരണനിരക്കും അതുപോലെ സ്ത്രീ പുരുഷാനുപാതവും അതുപോലെ ആശ്രിതാനുപാതവും ഇതൊക്കെയാണ് വരിക. ഓക്കെ, സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഫോമൽ ഡെമോഗ്രഫി ആർ ദ ടു ബ്രാഞ്ചസ് ഓഫ് ഡെമോഗ്രഫി. ഡെമോഗ്രഫിയുടെ 2 ബ്രാഞ്ചസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് ജനസംഖ്യാശാസ്ത്രത്തിന് 2 ശാഖകളുണ്ട്, അതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫോമൽ ഡെമോഗ്രഫി. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ 2 ശാഖകളാണ്. ഏതൊക്കെയാ? ഒന്ന് സോഷ്യൽ ഡെമോഗ്രഫി. സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ സാമൂഹിക ജനസംഖ്യാശാസ്ത്രം എന്നും, അടുത്തത് ഫോമൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നോക്കിയേ, സോഷ്യൽ ഡെമോഗ്രഫി ഇൻവെസ്റ്റിഗേറ്റ്സ് ദ സ്ട്രക്ചർ ഓഫ് social demography and its causes and consequences of change. It emphasizes the socio-economic and political patterns of a region. അതായത് സാമൂഹിക ജനസംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യൽ ഡെമോഗ്രഫി എന്താണ്? ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന് കാരണങ്ങളും അതിൻ്റെ ഫലങ്ങളും അന്വേഷിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് എംഫസൈസ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാറ്റേൺസ് ഓഫ് എ റീജിയൻ. അപ്പോൾ അത് ഒരു പ്രദേശത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫോർമൽ ഡെമോഗ്രഫിയാണ് നോക്കുന്നത്. ഫോർമൽ ഡെമോഗ്രഫി മെഷേഴ്സ് ആൻഡ് അനലൈസ് ദ ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്. അതായത് ഫോർമൽ ഡെമോഗ്രഫി നമ്മൾ മലയാളത്തിൽ ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറയും. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ജനസംഖ്യാ മാറ്റത്തിൻ്റെ, അതായത് പിന്നെ പോപ്പുലേഷൻ ചേഞ്ചിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫാക്ടേഴ്സ് നോക്കുക, അതിനെ മെഷർ ചെയ്യുക, അളക്കുക, ദെൻ പിന്നെ വിശകലനം ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അതായത് ഈ ഫോർമൽ ഡെമോഗ്രഫി ജനസംഖ്യാ മാറ്റത്തിൻ്റെ ഘടകങ്ങളെ അളക്കുകയും വിശകലനം നടത്തുകയും ചെയ്യുന്നു പറയും. ഓക്കെ, ദെൻ സെൻസസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഫോർമൽ ഡെമോഗ്രാഫിക് സ്റ്റഡി. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? സെൻസസ് ആണ്. അതായത് പിന്നെ ഫോർമൽ ഡെമോഗ്രഫിയുടെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? സെൻസസ് ആണ്. ഓക്കെ, സെൻസസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ജനസംഖ്യ കണക്കെടുപ്പാണ്. ഓക്കെ, ഇറ്റ് കളക്ട്സ് ആൻഡ് അനലൈസ് ദ ഡാറ്റ ഓൺ പോപ്പുലേഷൻ സൈസ്, ഏജ് സ്ട്രക്ചർ, ജെൻഡർ റേഷ്യോ ആൻഡ് ദ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ കൺട്രി. ഇത് രാജ്യത്തെ ജനങ്ങളുടെ എണ്ണവും അതുപോലെ പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ തുടങ്ങിയ എല്ലാ ഡാറ്റാസും ശേഖരിച്ചിട്ട് എന്ത് ചെയ്യും? വിശകലനം ചെയ്യും. ഇതാണ് ഫോർമൽ ഡെമോഗ്രഫി. Census activities in India are headed by the Registrar General and Census Commissioner of India. അതായത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഓക്കെ, ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് സെൻസസ് ഇൻ ദ വേൾഡ്. അതായത് പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ആരുടേതാണ്? ഇന്ത്യയുടേതാണ്. സെൻസസ് ഈസ് യൂഷ്വലി കണ്ടക്റ്റഡ് വൺസ് ഇൻ 10 years ഇൻ ഇന്ത്യ. 10 വർഷത്തിലൊരിക്കലാണ് സാധാരണയായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. നെക്സ്റ്റ്, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി. അതായത് ഡെമോഗ്രഫിയുടെ അല്ലെങ്കിൽ ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ വ്യത്യസ്ത സൂചകങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ പേജ് നമ്പർ 86 ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഗ്രാഫും അതുപോലെ ഇന്ത്യസ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞ ഗ്രാഫും അതുപോലെ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെമോഗ്രഫി എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ട്. പെട്ടെന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഭാഗം ആയതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താതിരുന്നത്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ അത് ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫിയിലേക്ക് വരാം. ഫസ്റ്റ് മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുടിയേറ്റം. ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജനനനിരക്കും മരണനിരക്കും. നെക്സ്റ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് ജനസാന്ദ്രത. ദെൻ ഫീമെയിൽ മെയിൽ റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ, അതായത് സ്ത്രീ പുരുഷാനുപാതവും അതുപോലെ തന്നെ കുട്ടികളുടെ ലിംഗാനുപാതവും. ദെൻ നെക്സ്റ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുർദൈർഘ്യമാണ്. ദെൻ നെക്സ്റ്റ്, ഏജ് സ്ട്രക്ചർ, പ്രായഘടന. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡിപ്പെൻഡൻസി റേഷ്യോ, അതായത് ആശ്രിതാനുപാതം. ഇതാണ് ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സൂചകങ്ങളായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് മൈഗ്രേഷൻ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതിനുശേഷം പിന്നെ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, ഇങ്ങനെ കുറേ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി മുന്നോട്ടുള്ള ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പോവാം.
പിന്നെ ഇന്ന് നമ്മുടെ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്നുള്ള നമ്മുടെ 5th ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ്. നമുക്കൊരു നോട്ട്സ് തരാനുണ്ട് മുന്നത്തെ ചാപ്റ്ററിൻ്റെ, അതും അടുത്ത ദിവസം തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, എന്തെങ്കിലും പിന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവും നമ്മുടെ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സുകളായിട്ട് കാണാം. ഓക്കെ, ബൈ.